വയനാട് ബീനാച്ചിൽ വലിയ മണ്ണിടിച്ചിൽ. കള്ളാടി മീനാക്ഷി പാലത്തിന് സമീപമാണ് വൻ മണ്ണിടിച്ചിലുണ്ടായത്. തുരങ്കപാത പദ്ധതിക്ക് സമീപമാണ് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിനടിയിൽ കുടുങ്ങിയ ഒരാളെ രക്ഷപ്പെടുത്തി എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വലിയ ആശങ്കപ്പെടുന്ന സാഹചര്യം പ്രദേശത്തുണ്ട്. കനത്ത മഴ, അതാണ് അവിടുത്തെ സാഹചര്യം. ജയരാജ് ബത്തേരി ചേരുന്നു. ജയരാജ്, എന്താണ് സാഹചര്യം? എത്ര കണ്ട് അപകട സാധ്യതയുണ്ട്? എന്താണ് അവിടെ സംഭവിച്ചത്? സജിത്ത്, അല്പം മുൻപാണ് ചൂരൽമലയ്ക്ക് അടുത്തുള്ള കള്ളാടി എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് തുരങ്കപാത നിർമ്മാണ സ്ഥലത്താണ് ഇത്. അവിടെ ഒരു മീനാക്ഷി പാലം എന്ന് പറയുന്ന ഭാഗത്താണ് വലിയ തോതിൽ മണ്ണിടിഞ്ഞത്. അല്പം മുമ്പാണ് ഈ മണ്ണിടിച്ചിലുണ്ടായത്. എന്തായാലും വലിയ രീതിയിൽ തന്നെയാണ് മണ്ണിടിച്ചിട്ടുള്ളത്. ഒരാളെ മണ്ണിനടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിരവധി വാഹനങ്ങളിലേക്കെല്ലാം മണ്ണ് ഇടിഞ്ഞു വീണിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. എന്തായാലും ഈ ഒരു ചൂരൽമല അല്ലെങ്കിൽ വലിയ ദുരന്തം നടന്ന 2 വർഷം മുമ്പ്, അതായത് ഈ ചൂരൽമല മുണ്ടക്കി ആ ഭാഗത്തിനോട് അടുത്താണ് കള്ളാടി എന്ന് പറയുന്ന സ്ഥലം. ഇവിടെയാണ് ഇപ്പോൾ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും അല്പസമയത്തിനുള്ളിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും. ശരി ജയരാജ്, ഒന്ന് തുടരുക. ഇപ്പോൾ നൂറ് എന്ന അവിടുത്തെ ഒരു വാർഡ് മെമ്പർ കൂടിയാണ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ നൂറ്, എന്താണ് സംഭവം? താങ്കൾക്ക് അറിയാൻ കഴിയുന്നത്? താങ്കൾ സ്ഥലത്തുണ്ടോ? എത്ര വലിയ അപകടം സാധ്യതയുണ്ടോ അവിടെ? ഞാനിപ്പോ സ്ഥലത്തുണ്ട്. ഇവിടെ ഇന്നലെ രാത്രി മുതലേ നല്ല മഴയാണ്. അപ്പൊ തുരങ്കപാതയ്ക്ക് വേണ്ടിയിട്ട് അവര് ചെറിയൊരു ഏരിയ മണ്ണെടുത്ത് മാറ്റിയിരുന്നു. പക്ഷെ അവിടെ ആ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് എന്താക്കി അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ഏരിയ ഇങ്ങോട്ട് ഇടിഞ്ഞു പോന്നിട്ടുണ്ട്. കുറച്ച് തൊഴിലാളികൾ ഇതിന്റെ അടിയിലുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒരു 5-10 പേരോളം അടിയിലാണെന്ന് പറയുന്നുണ്ട്. നമുക്കും ഒന്നും അങ്ങോട്ട് അടുത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ അതിന്റെ ഒരു 100 മീറ്റർ ബാക്കിൽ നിൽക്കുകയാണ്. റോഡ് ബ്ലോക്ക് ആയിട്ടുണ്ട്. റോഡ് കട്ടായി അപ്പുറം ആളുകള് അപ്പുറം നിൽക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയില് ഇതാണ് ഇപ്പൊ ഇവിടുത്തെ സ്ഥിതി. ഇത് പ്രധാന റോഡിന് അടുത്ത് തന്നെയാണോ ഇത്? അതെ, നമ്മളെ പ്രധാന റോഡ് തന്നെ ചൂരൽമല മുണ്ടക്കായി പ്രധാന റോഡ് ഹൈവേയിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ആ റോഡാണ് ബ്ലോക്കായി പോയിട്ടുള്ളത്. ഇത് ഇന്നലെ മുതൽ തന്നെ മഴയുണ്ട്. അപ്പോൾ ഒരു പ്രദേശം തന്നെ അവിടേക്ക് ഇടിഞ്ഞു വീഴുകയാണോ ഉണ്ടായത്? അങ്ങനെ വിവരം കിട്ടുന്നുണ്ടല്ലേ? അല്ല, അങ്ങനല്ല, അത്രല്ല. എന്നാലും അവര് ആ ഒരു തുരങ്കപാതയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ഏരിയ ഉണ്ട്. ആ ഏരിയ മൊത്തത്തിൽ ഇങ്ങോട്ട് പോകുന്നത്. അത് ഏകദേശം ഒരു ഏക്കർ സ്ഥലത്തോളം അവര് ഇടിച്ച് ശരിയാക്കി പാറ കിട്ടാൻ വേണ്ടിയിട്ടേ. അപ്പൊ ആ ഒരു ഏരിയ ആണ് ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്. അതായത് കോഴിക്കോട് നിന്നുള്ള പ്രവർത്തനത്തിന് സമാന്തരമായി ഇവിടുന്നും ഈ തുരങ്കപാതയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായുള്ള മണ്ണെടുത്ത അല്ലേ? അതെ, അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ പണി സ്റ്റാർട്ട് ചെയ്ത്, ഇവിടെ പണി അവർ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? താങ്കൾക്ക് പിന്നിലൊക്കെ വലിയ ആൾക്കൂട്ടവും ശബ്ദങ്ങളും ഒക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണോ? അതിനുള്ള സംവിധാനത്തിന് വേണ്ടി ആളുകൾ എത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. JCB സ്ഥലങ്ങളൊക്കെ എത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ആർക്കും എന്താക്കാൻ ഇങ്ങോട്ട് എത്തിപ്പെട്ട് അത് ചെയ്യാൻ പറഞ്ഞില്ല. ഇവിടെ മഴ പെയ്യുന്നുണ്ട്. ഭീകര സംഭവമാണല്ലോ. പാലം വരെ പോയി തോന്നുന്നുണ്ട് കേട്ടോ. ഇത് അല്ല, അതായത് ഞാൻ ചോദിക്കുന്നത്, അവിടെ ആ നിർമ്മാണ പ്രവർത്തനത്തിന് ഉണ്ടായിരുന്ന തൊഴിലാളികളാണ് ഇതിന്റെ അടിയിൽ കുടുങ്ങിയെന്നാണ് സംശയം അല്ലേ? അതെ. അവര് നിർമ്മാണത്തിൽ ഇരിക്കുന്നതിന് വേണ്ടി ഇവിടെ വന്ന് താമസിച്ച് വർക്ക് ചെയ്യുന്ന ഹിന്ദി ആളുകളാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. മലയാളികളല്ല. കൂടുതൽ അപ്പം അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തന സംവിധാനങ്ങളൊക്കെ എത്തിച്ചേരുന്നതേ ഉള്ളൂ അല്ലെ? ആദ്യ വിവരമാണ് അതെ, എത്തിച്ചേരുന്നുള്ളൂ. റോഡ് ബ്ലോക്കാണ്. ഇപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഏരിയയിലുള്ള ആളുകൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. താങ്കളുടെ കാഴ്ചയിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? വാഹനങ്ങളൊക്കെ കുടുങ്ങി കിടക്കുന്നു, അങ്ങനെ തോന്നുന്നുണ്ടോ? വാഹനങ്ങൾ എന്തോ അവരെ വർക്ക് കിടക്കുന്ന വാഹനങ്ങൾ, ഇറ്റാച്ചി, JCB അങ്ങനെ വാഹനങ്ങൾ കുറെ കുടുങ്ങി കിടക്കുന്നുണ്ട്. പിന്നെ തൊഴിലാളികൾ ഇതിന്റെ അടിയിൽപ്പെട്ട് കിടക്കുന്നുണ്ട്. കുറച്ച് ഇപ്പൊ ഞാനതിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കുറച്ച് ഭീകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ആളുകൾ അടിയിൽ കുടുങ്ങി എന്ന സംശയം തന്നെയാണുള്ളത് അല്ലേ? അതെ. തൊഴിലാളികൾ ഒരു 10 പേരെങ്കിൽ കൂടാൻ തന്നെ കുറെ ചാൻസ് ഇല്ല. ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്ന ഒരു ദൃശ്യത്തിൽ കാണാം, ദൂരെ ഒരു നീല നിറത്തിലുള്ളത്. അത് ടാർപോളിൻ ഷീറ്റ് ആണോ? എന്താണ് അത് അല്ലേ? അവര് ഏക്കർ കണക്കിന് ടാർപോളിൻ ഷീറ്റ് ഇട്ട് മൂടിയിരിക്കുന്നു. ലൂസ് മണ്ണ് എടുത്തിട്ട് ഇതിനെ തിരിച്ച് ഇതിന്റെ ആവശ്യത്തിലേക്ക് വേണമെന്ന് പറഞ്ഞിട്ടേ. പക്ഷെ ആ ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് ഇടിച്ചു പോകുന്നത്.
ഓക്കെ നൂറ് ഓക്കെ താങ്കൾ എന്തായാലും താങ്കളെ ഞങ്ങൾ വീണ്ടും വിളിക്കാം. താങ്കൾ എന്തായാലും കൂടുതൽ വിവരങ്ങളും അവിടുത്തെ സാഹചര്യം ഒന്ന് തിരക്കൂ. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കാണാനാവുന്നുണ്ട്. വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ അവിടെ ഉണ്ടായെന്ന് വേണം വ്യക്തമാവുന്നത്. ആ സ്ഥലത്തുള്ള നൂറ് എന്ന വ്യക്തി വ്യക്തമാക്കുന്ന പ്രകാരം നിരവധി ആളുകൾ അതിനടിയിൽ കുടുങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ജോലിക്കെത്തിയവർ അടക്കം കുടുങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. ജയരാജ് വെത്തിരി ചേരുന്നുണ്ട്. ജയരാജ്, എന്താണ് ജയരാജിന് ലഭിക്കുന്ന വിവരം? എന്താണ് ഇതിൻ്റെ ഒരു വ്യാപ്തി, അപകടത്തിൻ്റെ വ്യാപ്തി എത്രമാത്രമുണ്ട്? സജിത്ത്, അപകടത്തിന്റെ വ്യാപ്തി കൂടുതൽ നമുക്ക് അറിയുന്നുള്ളൂ. ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നാണ് നമ്മൾ ഈ ടെലി സംസാരിക്കുന്നത്. തീർച്ചയായും അരമണിക്കൂറിനുള്ളിൽ തന്നെ നമ്മൾ അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയിക്കും. എന്തായാലും കുറച്ച് ആളുകൾ മണ്ണിനടിയിലുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. അത് ഈ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട തൊഴിലാളികളാണെന്നും ആണ് കേൾക്കുന്നത്. എന്തായാലും ഒരു വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു അവസ്ഥ തന്നെയാണുള്ളത്. കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ എന്നാണ് നമുക്ക് അറിയുന്നത്. എന്തായാലും നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയിലാണുള്ളത്. ശരി, എന്തായാലും അവിടുത്തെ വിവരങ്ങൾ ജയരാജും തേടിയെടുക്കും. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒരാളെ മണ്ണിലടിയിൽ കുടുങ്ങി ഒരാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. അതല്ല, അതിലും വലിയ വ്യാപ്തിയുണ്ട്. മണ്ണ് വലിയ രീതിയിൽ ഇടിഞ്ഞു വീണു. അതിനടിയിൽ കൂടുതൽ തൊഴിലാളികളടക്കം കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് ലഭ്യമാവുന്ന വിവരം. കനത്ത മഴയാണ്. ഇന്നലെ മുതൽ തന്നെ കനത്ത മഴയാണ് സ്വാഭാവികമായും ഉണ്ടാകും. നമുക്കറിയാം, ചൂരൽമല, മുണ്ടക്കൈ എന്ന് പറയുന്നത് ഏറെ ആശങ്കപ്പെടുത്തിയ സ്ഥലമാണ്. വയനാടിൻ്റെ ദുരന്തബാധിത മേഖലകളാണ്. അതിന് സമീപത്ത്, അതിൻ്റെ ആ പ്രദേശത്തിന് സമീപത്താണ് ഈ അപകടം ഉണ്ടായെന്ന് കൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയം മുമ്പ് നൂറെന്ന ഒരു വ്യക്തി നമുക്ക് നൽകിയ പ്രദേശത്ത് നിന്ന് തന്നെയുള്ള നൽകിയ വിവരങ്ങളനുസരിച്ച് അത്ര വലിയ ഒരു വ്യാപ്തിയിൽ ഈ അപകടം നടന്നു എന്ന സൂചനകളാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഞെട്ടിക്കുന്ന സംഭവമാണ് ഉണ്ടാകുന്നത്. വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നു. അപകടം സംബന്ധിച്ച വ്യാപ്തി വ്യക്തമാവുന്നതേ ഉള്ളൂ. കൂടുതൽ JCBകൾ, കൂടുതൽ സംവിധാനങ്ങൾ അവിടേക്ക് എത്തിച്ച് അതിന് പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമമാണ്, രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമമാണ്. ഇത് ആദ്യ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അപകട സ്ഥലത്തു നിന്നുള്ള ആദ്യ ദൃശ്യങ്ങളാണ്. വ്യാപ്തി വളരെ വലുതാണ്. ആശങ്കപ്പെടുന്ന സാഹചര്യമാണ്. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടി വരുന്നു. അവിടുത്തെ അപകടത്തിൻ്റെ വ്യാപ്തി സംബന്ധിച്ച് അതിൻ്റെ കൂടുതൽ വ്യക്തതയിലേക്ക് കൂടി നമുക്ക് പോകേണ്ടി വരും. അവിടുത്തെ ജനപ്രതിനിധികളുടെ അടക്കം പ്രതികരണങ്ങൾ ഞങ്ങൾ തേടുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്, എന്താണ് ഇപ്പോൾ നടക്കുന്നത്, എത്ര കണ്ട് വലിയ വ്യാപ്തിയാണ്? ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ടാർപോളിൻ ഷീറ്റുകളടക്കം അവിടെ ഈ തുരങ്ക പ്രവർത്തനത്തിന് വേണ്ടി മണ്ണ് ഒരു ഭാഗം മാറ്റി പിന്നീട് അവിടേക്ക് തുരന്നു കയറാനായിരിക്കണം ശ്രമം. അത്തരം പ്രവർത്തനങ്ങളാണ് നടന്നിരുന്നത്. ആ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിലാണ് വീണ്ടും മണ്ണിടിഞ്ഞ് വീഴുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രനുണ്ട്. രഞ്ജിത്ത്, എത്ര വലിയ അപകടവും വ്യാപ്തിയും അവിടെ ഉണ്ടായെന്നാണ് നമുക്ക് ആദ്യ വിവരങ്ങൾ എങ്ങനെയാണ് ലഭ്യമാവുന്നത്? തീർച്ചയായും ഈ കള്ളാടിയിലെ മീനാക്ഷി